ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ല് പോയായിരുന്നു. ഇല്ലിക്കൽ കല്ല് പോയതിൻ്റെ ട്രിപ്പിൻ്റെ വ്ളോഗാണത്. അപ്പോൾ ഇതാണ് അവിടെ നിന്നുള്ളൊരു കാഴ്ച. ഇല്ലിക്കൽ കല്ലിലേക്ക് കോട വന്ന് മറയണ ഒരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ട്രിപ്പ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. നമ്മൾ കാലത്ത് എറണാകുളത്തു നിന്നാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. 4 മണിക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 9 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് റോഡാണ്. ഇത് അടിവാരത്തിലേക്ക് പോണ വഴിയാണ്. നമുക്ക് ബാക്ക് സൈഡ് റോഡിൻ്റെ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. രണ്ട് വ്യൂ ആണ്. അപ്പോൾ താഴെ മലയുടെ അടിയിലേക്ക് പോകേണ്ടവർക്ക് ഈ റോഡ് യൂസ് ചെയ്യാം. മലയുടെ ഹൈറ്റിലേക്ക് പോകേണ്ടവർക്ക് അപ്പുറത്ത് നേരെ കാണുന്ന റോഡ് യൂസ് ചെയ്യാം. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കപ്പോൾ ബാക്ക് സൈഡ് റോഡ് മൗണ്ടൻ നോക്കാം. അപ്പോൾ ഇതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഹില്ല് എൻ്റെ ബാക്ക് സൈഡ് വരെ നമുക്ക് ഈ ഹില്ല് കയറി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ റിസ്ക്കാണ്. ഈ ഫുള്ള് പാറയും കല്ലൊക്കെയാണ് കയറാൻ ഇത്തിരി ടാസ്ക്കാണ്. നമ്മളെ ചൊറിയാമ്പുഴയൊക്കെ ഉണ്ട് ഗൈസ്. നല്ല കയറ്റമുണ്ട് ഗൈസ്. നമുക്ക് പിടിക്കാനൊന്നുമില്ല, ജസ്റ്റ് മല കയറി തട്ടി വീഴാണ്ട് കയറിപ്പോവാം. ഇങ്ങനെ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഫുൾ ഒറിജിനൽ മല കയറുന്നൊരു വൈബാണ്. നമുക്ക് മേടിച്ച് എന്നിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നമുക്കിൻ്റെ ഏകദേശം ഒരു കാഭാഗം കൂടി കയറാനുള്ളൂ. ഇതിങ്ങനെ കയറിപ്പോകാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാണൊരു മുക്കാൽ ഭാഗത്തെ എന്നുള്ളൊരു വ്യൂ. നല്ല ഇങ്ങനത്തെ ഒരു കല്ലും പാറയൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. അങ്ങനെ ചവിട്ടി കയറിപ്പോകാൻ ഇത്തിരി ടാസ്ക്കാണ്. ബാക്കി കയറിയില്ലെങ്കിൽ സീനാണ്. അങ്ങനെ കയറി നമുക്ക് ഇതാണ് അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഇതാണപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഈ കാണുന്നത് ഫുള്ള് കോട്ടയമാണ്. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു പോയപ്പോൾ. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. കുറച്ചും കൂടി മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ ചൂടടിക്കുമായിരിക്കും, കാരണം വെയിലുണ്ടായിരുന്നു നമ്മളിവിടെ പോയപ്പോൾ. ഇവിടെ തന്നെ താഴത്ത് നമുക്ക് മാഗിയൊക്കെ മേടിക്കാൻ കിട്ടും. മാഗിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർക്ക് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോയാൽ നേരെ ഇല്ലിക്കൽ കല്ല് ഫ്രണ്ട് ഭാഗത്തേക്കാണ്. അവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ എടുത്താലേ എൻട്രൻസ് ഉള്ളൂ. നമ്മൾ നടന്നാണ് കയറിയത്. നടന്ന് കയറാൻ 20 രൂപയും ജീപ്പിനാണ് പോവുകയാണെങ്കിൽ 60 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഇത് മേളിൽ പോയിട്ട് താഴത്തേക്ക് വരുന്നതിന് രണ്ടിനും കൂടിയുള്ള റേറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നടന്ന് തന്നെ കയറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നല്ല പോണ വഴിക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ നടന്ന് കയറണമെങ്കിൽ ഇത്തിരി കൂടി നല്ലത്. ജീപ്പിന് പോയിക്കാൻ നമ്മൾ പിന്നെയും താഴേക്ക് ഇറങ്ങി വ്യൂ കാണാൻ ഇറങ്ങേണ്ടി വരും. ജീപ്പിന് പോയിക്കാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടത്തം ഒഴിവാക്കാം. കാല് വയ്യാത്തവർക്കൊക്കെ ആണെങ്കിൽ ജീപ്പ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നടന്നു പോകുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തൊക്കെ വന്നാലും ഈ ഇത്രയും ഭാഗം നിങ്ങൾ നടന്ന് തന്നെ കയറേണ്ടി വരും. പിന്നെ ഇതാണ് കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിലേക്ക് കയറാൻ ഇങ്ങനൊരു കയറ്റം എന്തായാലും ഉണ്ട്. ഒരു കയറ്റം കയറി മേടിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇതിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല ഗൈസ്. കയ്യിൽ പിടിച്ച് കയറാൻ കൈവരിയൊക്കെ അവർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്തിരി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്നൊരു വ്യൂ. നല്ലൊരു വ്യൂ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പോയപ്പോൾ എല്ലാ ക്ലൈമറ്റ് അല്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. പെട്ടെന്നാണ് കോടയൊക്കെ കയറി വന്നത്. നമ്മൾ കല്ല് കാണാൻ പോയിട്ട് കല്ല് കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കിക്കളയും. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഇതാ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. കോട കൊണ്ട് മറഞ്ഞ്. ശരിക്കും ഇല്ലിക്കൽ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടർ വെച്ച് കല്ലിങ്ങനെ ചെത്തി വെച്ചേക്കണ പോലത്തെ ഒരു ലുക്കായിരുന്നു. പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാക്കിക്കളയും. നിങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ പോകുമ്പോഴത്തേക്കും റെയിൻകോട്ട് കയ്യിലുള്ള എന്തുകൊണ്ട് നന്നായിരിക്കും. കാരണം നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു വൈബായിരുന്നു. കോട ഒന്ന് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മഴയാണ് കിട്ടിയത്. അപ്പോൾ എന്തുകൊണ്ടും റെയിൻകോട്ട് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പായി പോകും. പിന്നെ ഇത് ഒത്തിരി ഹൈറ്റാണ്. കോട്ടയത്തുള്ള ഉയരം കൂടിയൊരു കൊടുമുടിയാണ്. അപ്പോൾ ഇടിമിന്നലൊക്കെ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ താഴേക്ക് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ഇടിമിന്നലിൻ്റെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇടിമിന്നൽ ആകർഷിക്കാനുള്ള സജ്ജീകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്തുമാത്രം എഫക്റ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും റിസ്ക് എടുക്കാതിരിക്കുക. ഞങ്ങൾ ഈ കാണുന്ന ഇല്ലിക്കൽ കല്ല് അപ്പുറത്തെ മലയിൽ നമുക്ക് കയറാൻ പറ്റും. ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് കണ്ട ആ മലയിൽ കയറി നമ്മൾ കയറിയുന്നില്ലേ, അതിങ്ങനെ കറങ്ങി നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. എൻ്റെ ബാക്ക് സൈഡ് പക്ഷെ ഇത്തിരി റിസ്ക്കാണ്. കോട വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ചുമ്മാ കണ്ണും പൊത്തി അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ.
കാരണം ഒന്നടി തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴ്ത്ത് കിടക്കും, പിന്നെ നമുക്ക് കിട്ടില്ല, നമ്മുടെ ബോഡി പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഒന്നും ആരും എടുക്കാതിരിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തോടി നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡ് എത്തും എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് നിന്ന് നല്ല സേഫായിട്ടിരുന്ന് കാണാം. ഇവിടെ കമ്പി വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ സുഖമായിട്ടിരുന്നിട്ട് ഇവിടുത്തെ വ്യൂ ആസ്വദിക്കാം. ഇല്ലിക്കൽ കണ്ട് വരുന്ന വഴിക്ക് ഇങ്ങനൊരു ബ്രിഡ്ജ് കാണാം നമുക്ക്. അതിനെ കണ്ടു കഴിഞ്ഞാൽ അടിയിലൊരു അരുവി പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ പാലം ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു തൂക്കുപാലം ആണിത്. അപ്പോൾ ഈ അടിയിൽ കാണുന്ന അരുവിയിലേക്ക് നമുക്ക് കയറി കുളിക്കണമെങ്കിൽ കുളിക്കാം, അല്ലെങ്കിൽ കാല് നനയ്ക്കണമെങ്കിൽ കാല് നനയ്ക്കാം. അപ്പോൾ അപ്പുറത്തോടി ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. ഒട്ടും റിസ്ക് ഇല്ലാതെ ഇറങ്ങാൻ പറ്റുന്ന ഒരു അരുവിയാണ്. ഒന്ന് സൂക്ഷിച്ചാൽ മതി. അടിയിൽ കുറച്ച് കല്ലും പാറയൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിൽ കൂടെ നടക്കുമ്പം സൂക്ഷിക്കുക. അല്ലാതെ റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു മഴയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കോടയൊക്കെ ഒന്ന് ഇല്ലിക്കൽ കല്ല് മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സമയത്താണ് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. വരുന്നവർ മറ്റേ റെയിൻ കോട്ടൊക്കെ എടുക്കാൻ നന്നായിരിക്കും. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊക്കെ നനയാൻ സൂക്ഷിക്കാൻ റെയിൻ കോട്ടൊക്കെ വേണ്ടി വരും. വരുന്ന സാധനങ്ങളൊക്കെ കരുതിയിട്ട് വരിക. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ വിശേഷങ്ങളിലൂടെ കഴിയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.